ജനുവരി 30 മംഗളമാർത്ത മാതാവ്. 1822 ടിനോസ് ദ്വീപിലെ പെലഗിയ എന്നു പേരുള്ള ഒരു കന്യാസ്ത്രീക്ക് മാതാവിൻ്റെ ഒരു അരുളപ്പാടുണ്ടാവുകയും അവിടെ അന്വേഷിച്ചാൽ മാതാവിൻ്റെ തിരുസ്വരൂപം ലഭിക്കുമെന്നും ആ സ്ഥലത്തായിരിക്കും ഭാവിയിൽ മാതാവിന് വേണ്ടി പണി കഴിപ്പിക്കേണ്ട പള്ളിയുടെ സ്ഥാനമെന്നും പറയുകയുണ്ടായി. ഈ സംഭവം ഇടവക വൈദികനോട് പറയുകയും അദ്ദേഹത്തിൻ്റെ പ്രേരണ മൂലം ജനങ്ങൾ കഠിനമായി പ്രയത്നിച്ച് 1823 ജനുവരി 30 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്തയുടെ ഒരു പുരാതന സ്വരൂപം കണ്ടെത്തുകയും ചെയ്തു. കഠിനമായ തണുപ്പിൻ്റെ അന്തരീക്ഷത്തെ വകവയ്ക്കാതെ വലിയ സന്തോഷത്തിൻ്റെ പള്ളി പണി കഴിപ്പിക്കുകയും അത്ഭുത രൂപം പ്രതിഷ്ഠിക്കുകയും എല്ലാ വർഷവും ഈ ദിവസം ധാരാളം തീർത്ഥാടകർ അവിടെ വന്ന് ഈ ദിവസം ആഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഭ അംഗങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ച ആ സ്വരൂപത്തെ പട്ടണം മുഴുവൻ മണിനാഥത്തിൻ്റെ അകമ്പടിയോടെ പ്രദക്ഷിണം നടത്തി ആഘോഷിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, പെലഗിയ എന്ന കന്യാസ്ത്രീക്ക് മാതാവിൻ്റെ അരുൾപ്പാടുണ്ടായതുപോലെ ഞങ്ങളുടെ ഇടവകയിലും സമൂഹത്തിലും കന്യകാമാതാ മറിയത്തിൻ്റെ കരുണ ചൊരിയണമേന്ന് പരിശുദ്ധ കന്യകാമറിയത്തോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.